ഓം ശാന്തി. പരമാത്മാ സ്നേഹത്തെക്കുറിച്ചുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് കേൾക്കാം. बाप से सच्चा प्यार है तो प्यार की निशानी है समान कर्माതീത് ബനോ. ബാബയോട് സത്യമായ സ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മൾ കുട്ടികൾ ബാബയ്ക്ക് സമാനമായി തീരുക, കർമാതീതമായി മാറുക. കരാവൺഹാർ ഹോക്കർ കർമ്മ കരോ കരാവോ. ചെയ്യിപ്പിക്കുന്നവനായിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂ, ചെയ്യിപ്പിക്കൂ. കർമ്മേന്ദ്രിയം ആപ്സെ നഹി കരാവേ ലേക്കിൻ ആപ് കർമ്മേന്ദ്രിയോ സെ കരാവോ. കർമ്മേന്ദ്രിയങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കരുത്, പക്ഷേ താങ്കൾ വേണം, ആത്മാക്കളായ നമ്മൾ വേണം കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടല്ല ചെയ്യേണ്ടത്, ആത്മാവായ നമ്മളുടെ ആജ്ഞ അനുസരിച്ച് വേണം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ. കബി ബി മൻ ബുദ്ധി വ സംസ്കാരോ കെ വശ് ഹോക്കർ കോയി ബി കർമ്മ നഹി കരോ. ഒരിക്കലും മനസ്സിനോ ബുദ്ധിക്കോ സംസ്കാരങ്ങൾക്കോ വശപ്പെട്ടുകൊണ്ട് ഒരു കർമ്മവും ചെയ്യരുത്. അതാ പറഞ്ഞത്, ആത്മാരാജ എന്നുള്ള ബോധത്തിലിരുന്നു കൊണ്ട് വേണം ഈ മനസ്സ്, ബുദ്ധി, സംസ്കാരം അതുപോലെ തന്നെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിക്കാൻ. മനസ്സും നമ്മുടെ അധീനതയിലാണ്, നമ്മുടെ നിയന്ത്രണത്തിലാണ്. ബുദ്ധിയും സംസ്കാരവും എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതിനാണ് എപ്പോഴും ആത്മാരാജ എന്നുള്ള സ്മൃതി കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ ആത്മാവാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സൂക്ഷ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, സംസ്കാരം, പിന്നെ സ്ഥൂല കർമ്മേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ആത്മാരാജാവാണ് ഞാൻ. ആത്മാവായി ഞാൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നവനായി മാറണം. അടുത്ത പോയിന്റ്, ജിസ് സമയ ജിസ് സംബന്ധ की आवश्यकता हो उसी संबंध से भगवान को अपना बना लो. ഏത് സമയത്ത് ഏത് സംബന്ധത്തിൻ്റെ ആവശ്യമാണോ നമുക്ക് വരുന്നത്, ആ സംബന്ധത്തിൽ ഈശ്വരനെ നമ്മൾ തൻ്റെതാക്കി മാറ്റണം, ബാബയെ തൻ്റെതാക്കി മാറ്റണം. അച്ഛനായിട്ട് കാണേണ്ട സമയത്ത് ഭഗവാനെ ആദ്യം അച്ഛനായിട്ട് കാണണം. കൂട്ടുകാരനായിട്ട് കാണേണ്ട സമയത്ത് ഭഗവാനെ ആദ്യം കൂട്ടുകാരനായിട്ട് കാണണം. ഭഗവാനോട് ആദ്യം കാര്യങ്ങൾ പറയണം, എന്നിട്ട് ഇവിടെയുള്ള കൂട്ടുകാരന്മാരോട് പറയാവൂ. അപ്പം അത്രയ്ക്കും നമ്മുടെ മനസ്സിൻ്റെ സംബന്ധം ബാബയായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഏത് സമയത്ത് ഏത് സംബന്ധത്തിൻ്റെ ആവശ്യകതയുണ്ടോ ആ സംബന്ധം ബാബയിൽ വെച്ച് അങ്ങനെ ബാബയെ തൻ്റെതാക്കി മാറ്റൂ. ദിൽ സേ കഹോ മേരാ ബാബ ഔർ ബാബ കഹേ മേരേ ബച്ചേ. ഇസേ സ്നേഹക്കെ സാഗർ മേ സമാ ജാവോ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയണം എൻ്റെ ബാബ. അപ്പോൾ ബാബയും പറയും എൻ്റെ കുട്ടികളെ. അപ്പോൾ ഈ ഒരു ആ സ്നേഹസാഗരത്തിൽ നിങ്ങൾ ലയിച്ചു ചേരൂ. സ്നേഹ ഛത്രഛായ കാ കാം കർത്താ ഹെ. അപ്പോൾ ഈ ഒരു സ്നേഹം ഒരു ഛത്രഛായയുടെ ജോലി ചെയ്യും. ഒരു കുട കീഴായിട്ട് നമുക്ക് അനുഭവപ്പെടും, ഒരു സുരക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടാകും. ഇസ്കെ അന്തർ മായ ആനേ ശക്തി. അപ്പോൾ ഭഗവാന്റെ ആ സ്നേഹമാകുന്ന കുടക്കീഴിനുള്ളിൽ ഒരിക്കലും മായയ്ക്ക് വരാൻ കഴിയില്ല. आदिकाल अमृतवेले अपने दिल में परमात्मा प्यार को संपूर्ण रूप से धारण कर लो. അടുത്ത പോയിന്റ് പറയാണ്, ഒരു ദിവസത്തിൻ്റെ ആദ്യകാലം, അതായത് ആദ്യ സമയം എന്ന് പറയുന്നത് അമൃതവേള അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയാം. അപ്പോൾ ഈ അമൃതവേള സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ പരമാത്മാ സ്നേഹത്തെ സമ്പൂർണ്ണ രൂപത്തിൽ ധാരണ ചെയ്യണം, അത് അനുഭവം ചെയ്യണം. अगर दिल में परमात्मा प्यार, परमात्मा शक्तियाँ, परमात्मा ज्ञान फुल होगा तो कभी और किसी भी तरफ लगाव या स्नेह जा नहीं सकता. ബാബയാണ് അങ്ങനെ പരമാത്മാ സ്നേഹത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ധാരണ ചെയ്താൽ ഈശ്വരീയ ശക്തികൾ, അതുപോലെ തന്നെ ഈശ്വരീയ ജ്ഞാനം, പരമാത്മാ ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഫുള്ളാണെങ്കിൽ ഒരിക്കലും ഒരു വശത്തേക്കും അടുപ്പമോ ചായവോ സ്നേഹമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒന്നിലേക്കും നമ്മുടെ മനസ്സും ബുദ്ധിയും കുടുങ്ങിപ്പോകില്ല. അടുത്ത പോയിന്റ്, सेवा में व स्वयं की चढ़ती कला में सफलता का मुख्य आधार है एक बाप से अटूट प्यार. സേവനത്തിലും അതുപോലെ തന്നെ സ്വയത്തിൻ്റെ കയറുന്ന കലയിലും സഫലതയുടെ മുഖ്യ ആധാരം. സേവനത്തിലും നല്ല ഉന്നതി ഉണ്ടാകണം, സഫലത ഉണ്ടാകണം, സ്വയത്തിൻ്റെയും ഉന്നതി ഉണ്ടാകണം, സ്വയത്തിലും അങ്ങനെ ആ പുരുഷാർത്ഥത്തിൽ സഫലത കിട്ടണം. അതിനുള്ള ആധാരമാണ്, മുഖ്യ ആധാരമാണ് ഒരു ബാബയോടുള്ള മുറിയാത്ത സ്നേഹം. ബാബ് കെ സിവായ് അവർ കുച്ച് ദിഖായി ന ദേ. ബാബ അല്ലാതെ വേറൊന്നും തന്നെ കാണപ്പെടരുത്.
संकल्प में भी बाबा, बोल में भी बाबा, कर्म में भी बाप का साथ. സങ്കല്പത്തിലും ബാബ, അതുപോലെ വാക്കുകളിലും ബാബ എന്ന വാക്കുകളായിരിക്കണം. കർമ്മത്തിലും ബാബയുടെ കൂട്ടുകെട്ട്. ऐसी लवलीन स्थिति में रह एक शब्द भी बोलेंगे तो वह स्नेह के बोल दूसरी आत्मा को भी स्नेह में बांध देंगे. അപ്പം അങ്ങനെ ആ സ്നേഹത്തിൽ ലയിച്ച സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഒരു വാക്കെങ്കിലും പറയുകയാണെങ്കിൽ ആ വാക്കുകൾ, ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ മറ്റുള്ള ആത്മാക്കളെയും ആ സ്നേഹത്തിൽ ബന്ധിക്കും. ऐसी लवलीन आत्मा का एक बाबा शब्द ही जादू मंत्र का काम करेगा. അപ്പം അങ്ങനെയുള്ള ലൗലീനായിരിക്കുന്ന ആത്മാക്കളുടെ ആ ഒരു ബാബ എന്ന ശബ്ദം ഇന്ദ്രജാലത്തിൻ്റെ ജോലി ചെയ്യും. അടുത്ത പോയിന്റ്, കിസി ഭി ബാത് കെ വിസ്താർ മേ ന ജാക്കർ വിസ്താർ കോ ബിന്ദി ലഗായെ ബിന്ദി മേ സമാ ദോ, ബിന്ദി ബൻ ജാओ, ബിന്ദി ലഗാ ദോ, बिंदी में समा जाओ तो सारा विस्तार सारी जाल सेकंड में समा जाएगी और समय बच जाएगा, मेहनत से छूट जाएंगे. അടുത്ത പോയിന്റ് പറഞ്ഞത്, ഏതൊരു കാര്യത്തിൻ്റെയും വിസ്താരത്തിലേക്ക് പോകരുത്. വിസ്താരത്തിനെല്ലാം ബിന്ദു ഇടണം, ഫുൾ സ്റ്റോപ്പ് ഇടണം. അതായത് അതിലെ പോസിറ്റീവ് വശം മാത്രം കാണുക, ചിന്തിക്കുക. അങ്ങനെ ബിന്ദുവിലേക്ക് ലയിപ്പിക്കുക, അതായത് സാരത്തിലേക്ക് കൊണ്ടുവരിക, വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരിക. ബിന്ദു ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളും ബിന്ദുവായി മാറണം, ആത്മാ ബിന്ദുവായി മാറണം. പിന്നെ ബാബയാകുന്ന ബിന്ദുവിൽ ലയിച്ചിരിക്കണം. എങ്കിലോ എല്ലാ വിസ്താരവും ഇല്ലാതാകും, എല്ലാ വലയും സെക്കൻഡിൽ ഇല്ലാതാകും. അപ്പോൾ സമയം നമുക്ക് ലാഭിക്കാം, അതുപോലെ തന്നെ പ്രയത്നത്തിൽ നിന്നും മുക്തമാവുകയും ചെയ്യാം. ബിന്ദി ബൻ ബിന്ദി മേ ലൗലീൻ ഹോ ജായെങ്കെ. അങ്ങനെ ആത്മാ ബിന്ദുവായി ബാബയാകുന്ന ബിന്ദുവിൽ ലയിച്ചു ചേരും. കോയി ബി കാര്യ കർത്തെ ബാപ് കി യാദ് മേ ലൗലീൻ രഹോ. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ, ബാബയുടെ ഓർമ്മയിൽ ലൗലീനായിട്ട് ഇരിക്കൂ. അടുത്ത പോയിന്റ്, ലൗലീൻ സ്ഥിതി വാലി സമാൻ ആത്മായേം സദാക്കെ യോഗി ഹെ. അങ്ങനെ ലൗലീൻ സ്ഥിതിയിലിരിക്കുന്ന സമാനരായ ആത്മാക്കൾ സദാ യോഗികളാണ്. योग लगाने वाले नहीं लेकिन है ही ലൗലീൻ. അവർ യോഗം വയ്ക്കുന്നവരല്ല, പക്ഷേ അവരെങ്ങനെയുള്ളവരാ? ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്, ബാബയുടെ ഓർമ്മയിൽ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. അലഗ് ഹി നെഹി ഹേ തോ യാദ് ക്യാ കരേങ്കെ. വേറിടുന്നേ ഇല്ല, അപ്പോൾ പിന്നെന്തോ ഓർമ്മിക്കാനാ? സ്വത യാദ് ഹേ ഹി, വേറിടുന്നതേ ഇല്ല, എപ്പോഴും ബാബ കൂടെയുണ്ട്. അപ്പോൾ സ്വയമേ അവിടെ ഓർമ്മ ബാബയുടേതുണ്ട്. ജഹാം സാത്ത് ഹോത്താ ഹേ തോ യാദ് സ്വത രഹത്തി ഹേ. അപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ, ബാബ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓർമ്മയും സ്വയമേ ഉണ്ടായിരിക്കും. तो समान आत्माओं की स्टेज साथ रहने की है, समाये हुए रहने की है. അപ്പോൾ സമാനമായ ആത്മാക്കളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ബാബയുടെ ആ കൂടെ ഇരിക്കുന്നവരായിരിക്കും, ആ കൂട്ടുകെട്ടിലിരിക്കുന്നവരായിരിക്കും, ആ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നവരായിരിക്കും. जब मन ही बाप का है तो फिर मन कैसे लगाए, प्यार कैसे करे, ये प्रश्न ही नहीं उठ सकता क्योंकि सदा लवलीन रहते हैं. ബാബയുടെ മനസ്സ് തന്നെ ബാബയുടേതാണ് എങ്കിൽ പിന്നീട് മനസ്സിനെ എങ്ങനെ വയ്ക്കാനാണ്, എങ്ങനെ സ്നേഹിക്കാനാണ്, ഇങ്ങനൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. എങ്ങനെ ബാബയെ സ്നേഹിക്കണം, എങ്ങനെ ബാബയിൽ മനസ്സ് വയ്ക്കണം, ഇങ്ങനൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. മനസ്സ് തന്നെ ബാബയുടേതായി തീരുമ്പോൾ ഇങ്ങനൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. എങ്ങനെ ബാബയെ സ്നേഹിക്കും എന്നുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല. പ്രശ്ന ഹി നഹി ഉഠ് സക്താ ക്യോങ്കി സദാ ലൗലീൻ രഹത്തെ ഹെ. ആ ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം എന്താ? ബാബയുടെ ആ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കുകയാണ്. പ്യാർ സ്വരൂപ് മാസ്റ്റർ പ്യാർ കെ സാഗർ ബൻ ഗേ. അങ്ങനെ സ്നേഹസ്വരൂപരായി മാറി മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി മാറുകയാണ്. തോ പ്യാർ കർണ നഹി പടുത്ത. അപ്പോൾ പിന്നെ അവിടെ സ്നേഹിക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്യാർ കാ സ്വരൂപ് ഹോഗേ. നമ്മൾ കുട്ടികളങ്ങനെ സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറും. जितना जितना ज्ञान सूर्य की किरणें व प्रकाश बढ़ता है उतना ही ज़्यादा प्यार की लहरें उछलती हैं. അങ്ങനെ എത്രത്തോളം ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ, ആ പ്രകാശം നമ്മളിൽ നിറയുന്നുവോ അത്രയും തന്നെ കൂടുതൽ നമ്മൾ സ്നേഹത്തിൻ്റെ അലകൾ, ആ അലകളിൽ നമ്മൾ ലയിച്ചു ചേരും. നമ്മുടെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ അലകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. പരമാത്മാ പ്യാർ ഇസ് ശ്രേഷ്ഠ ബ്രാഹ്മൺ ജന്മ കാ ആധാർ ഹെ.
അങ്ങനെ ഈ പരമാത്മാ സ്നേഹം നമ്മൾ ബ്രാഹ്മണ കുട്ടികളുടെ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആധാരമാണ്. കഹത്തെ ഭി ഹെ പ്യാർ ഹെ തോ ജഹാൻ ഹെ ജാൻ ഹെ. പറയാറുണ്ട്, സ്നേഹമുള്ളിടത്ത് ലോകവുമുണ്ട്, മുഴുവൻ ലോകമുണ്ട്, ജീവനുണ്ട്. സ്നേഹമുള്ളിടത്ത് ജീവനുണ്ട്. പ്യാർ നഹി തോ ബേജാൻ. സ്നേഹമില്ല എങ്കിൽ അവിടെ ജീവനില്ലാത്തതുപോലെയാണ്. പ്യാർ മില അർത്ഥാത് ജഹാൻ മില. ബാബയുടെ സ്നേഹം ലഭിച്ചു അർത്ഥം എല്ലാം ലഭിച്ചു, മുഴുവൻ ലോകവും ലഭിച്ചു. ദുനിയ ഏക് ബൂന്ത് കി പ്യാസി ഹെ. ലോകത്തുള്ളവരോ ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി, ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ ആ ഒരു സ്നേഹം കിട്ടാൻ ദാഹിച്ചിരിക്കുകയാണ് മനുഷ്യർ. അവർ ആ ബച്ചോക്കോ യഹ് പ്രഭു പ്യാർ പ്രോപ്പർട്ടി ഹെ. പക്ഷെ താങ്കൾ കുട്ടികൾക്കോ ഈ പ്രഭു സ്നേഹം എന്ന് പറയുന്നത്, ഈശ്വര സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ പ്രോപ്പർട്ടിയാണ്, അധികാരമാണ്, സമ്പത്താണ്, സ്വത്താണ്. ഇസേ പ്രഭു പ്യാർ സേ പൽത്തേ ഹോ അർത്ഥാത് ബ്രാഹ്മൺ ജീവൻ മേ ആകെ ബഡ്ത്തേ ഹോ. ഈ പരമാത്മാ സ്നേഹത്തിലൂടെയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വര സ്നേഹം നമ്മളെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥം ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തോ സദാ പ്യാർ കെ സാഗർ മേ ലൗലിൻ രഹോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാ ആ ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം. കർമ്മമേം വാണിമേം സമ്പർക്കമേം വ സംബന്ധമേം ലവ് ഔർ സ്മൃതി വ സ്ഥിതിമേ ലൗലീൻ രഹനാഹേ. നമ്മൾ എങ്ങനെയായിരിക്കണം ഓരോ കർമ്മവും വാക്കും സംബന്ധ സമ്പർക്കത്തിലും വരേണ്ടത് എങ്ങനെയാണ്? ആ സ്നേഹത്തോടുകൂടിയും ആ ഈശ്വരസ്മൃതി, ആത്മസ്മൃതി, ഈശ്വരസ്മൃതി, ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് വേണം നമ്മുടെ ഓരോ വാക്കും കർമ്മവും ചെയ്യാനായിട്ട്. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും ആ ഈശ്വരീയ സ്നേഹത്തിൽ ലയിച്ചിരുന്നുകൊണ്ട് പറയുക, മറ്റുള്ളവരുമായിട്ട് ഇടപെടുക. അങ്ങനെ ഈ ഒരു സ്മൃതിയിൽ നിങ്ങൾ ലൗലീനായിട്ടിരിക്കണം. ജോ ജിത്തന ലൗലി ഹോഗ വ ഉത്തന ഹി ലൗലിൻ രഹ സക്താ ഹെ. ആരെത്രത്തോളം ലൗലിയാകുന്നോ, സ്നേഹിയായി മാറുന്നോ, അത്രയും തന്നെ ലൗലീനായിരിക്കാനും കഴിയും, ഭഗവാന്റെ സ്നേഹത്തിലും ലയിച്ചിരിക്കാൻ കഴിയും. ഇസ് ലൗലീൻ സ്ഥിതിക്കോ മനുഷ്യ ആത്മാവിനെ ലീൻ കി അവസ്ഥ കഹദിയാ ഹെ. അങ്ങനെ ഭഗവാന്റെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന സ്ഥിതിയാണ് മനുഷ്യാത്മാക്കൾ ഈശ്വരൻ ലയിക്കുക, ഭഗവാനിൽ ലയിക്കുക എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബാപ് മേ ലവ് ഖതം കർക്കെ സിർഫ് ലീൻ ശബ്ദ കോ പകഡ് ലിയാ ഹെ. ബാബയിൽ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൽ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ലയിച്ചിരിക്കുക എന്നുള്ള ശബ്ദം മാത്രം മനുഷ്യർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ ഈശ്വരൻ ലയിക്കുന്നു എന്ന കാര്യം പറഞ്ഞിരിക്കുക. എന്തിലാണ് ലയിക്കേണ്ടത്? ഭഗവാന്റെ സ്നേഹത്തിൽ ലയിക്കണം എന്നാണ്. പക്ഷെ മനുഷ്യർ സ്നേഹത്തിൽ എന്നുള്ള വാക്ക് മറന്നുപോയി, അത് വിട്ടിട്ട് ലയിക്കുക എന്നുള്ളത് മാത്രമായി. അങ്ങനെ ഈശ്വരനെ ലയിക്കുക എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യരെടുത്തു. आप बच्चे बाप के लव में लवलीन रहेंगे तो औरों को भी सहज आप समान व बाप समान बना सकेंगे. ബാബാണ് താങ്കൾ കുട്ടികളും ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും സഹജമായിട്ട് തന്നെ തനിക്ക് സമാനം, ബാബയ്ക്ക് സമാനം അവരെയും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? അത്രയും ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം. അങ്ങനെ മറ്റുള്ളവരെ തന്നെ പോലെയാക്കി മാറ്റുക, ബാബ് സമാനാക്കി മാറ്റുക. ബാക്കി പോയിൻറ്റ്സുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഓം ശാന്തി.